നമ്മളിൽ പലർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലേ? മനസ്സിൽ പ്ലാനുകളുണ്ടാകും, സ്വപ്നങ്ങളുണ്ടാവും, ഇങ്ങനെയൊക്കെ ആയാൽ മതി എന്നൊക്കെ ചിന്തകളുണ്ടാവും. പക്ഷേ ഞാനൊരു സത്യം പറയട്ടെ, ആഗ്രഹങ്ങൾ ഇല്ലാത്തതല്ല നമ്മളുടെ പ്രശ്നം. ആഗ്രഹങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കുമുണ്ട്. പക്ഷേ അവയിലേക്ക് ഒരു ചുവട് പോലും വയ്ക്കാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. മടിയാണ് അല്ലേ? ഇന്നല്ല നാളെ തുടങ്ങാം, ഇപ്പോൾ മൂടില്ല, സമയം കിട്ടുമ്പോൾ ചെയ്യാം. ഇതൊക്കെ നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന സൗമ്യമായ കള്ളങ്ങളാണ്. കാരണം സത്യം ഇതാണ്, സമയം ഒരിക്കലും തനിയെ വന്ന് നിൽക്കില്ല. നമ്മൾ അതിനു വേണ്ടി സമയം മാറ്റിവെക്കണം. മടിക്കൊരു പ്രത്യേകതയുണ്ട്. അത് നമ്മളെ വേദനിപ്പിക്കില്ല, പക്ഷേ നമ്മുടെ ജീവിതത്തെ പതുക്കെ നിർത്തിവെക്കും. ദിവസങ്ങൾ കടക്കും, വർഷങ്ങൾ കടക്കും, പക്ഷേ നമ്മൾ അതേ സ്ഥലത്ത് അപ്പോഴും അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോഴാണ് ഒരു ദിവസം നമ്മൾക്കിങ്ങനെ തോന്നുന്നത്, എനിക്ക് കഴിവുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ശ്രമിച്ചില്ലല്ലോ എന്നൊക്കെ. ആ വേദനയാണ് ഏറ്റവും കഠിനമായ വേദന. നമ്മളെ പരാജയപ്പെടുത്തുന്നത് ലോകമല്ല, മറ്റുള്ളവരല്ല, നമ്മുടെ തുടങ്ങാതിരുന്ന ആഗ്രഹങ്ങളാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഇത്രയും കാലം മടിച്ചു മാറ്റിവെച്ച ഒരു കാര്യമെങ്കിലും ഇന്ന് ചെറുതായെങ്കിലും തുടങ്ങിയിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇന്ന് എത്ര മാറിയേനെ. ആഗ്രഹം വലിയതാവണ്ട, തുടക്കം ചെറുതായാൽ മതി. ഒരു പേജ് വായിക്കുക, ഒരു വീഡിയോ തുടങ്ങുക, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് എഴുതുക, ഒരു ഫോൺ കോൾ ചെയ്യുക. അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത് വിജയമല്ല, ശ്രമമാണ്. ഖുർആനിൽ അള്ളാഹു വ്യക്തമായി പറയുന്നില്ലേ, മനുഷ്യന് അവൻ ശ്രമിച്ചതല്ലാതെ മറ്റൊന്നും ലഭിക്കില്ല എന്ന്. അതിനർത്ഥം വളരെ സിമ്പിളാണ്, ശ്രമമില്ലെങ്കിൽ ഫലവുമില്ല. നമ്മൾ മടിച്ചിരുന്ന ഒരൊറ്റ കാര്യത്തിലേക്ക് ഇന്ന് ഒരു ചെറിയ ചുവട് വെച്ചാൽ മതി. അത് നാളെ ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമായിരിക്കും. പൂർണ്ണമായി ചെയ്യണമെന്നില്ല നിങ്ങളിപ്പോൾ, പെർഫെക്റ്റ് ആയിരിക്കണമെന്നുമില്ല. തുടങ്ങിയാൽ മതി. നീ തുടങ്ങിയാൽ അള്ളാഹു അതിനുള്ള വഴി തുറക്കും. നീ നീങ്ങുമ്പോൾ അതിനുള്ള അവൻ്റെ സഹായം വരും. നീ നിൽക്കുമ്പോഴാണ് എല്ലാം നിൽക്കുന്നത്. ഇന്ന് വീഡിയോ കേൾക്കുന്ന നിന്നോട് ഞാനൊരു ചോദ്യം മാത്രം ചോദിക്കട്ടെ. നീ ഇത്രയും കാലം മടിയായി മാറ്റിവെച്ച ഒരൊറ്റ കാര്യം, അത് ഇന്ന് നീ 5 മിനിറ്റ് ചെയ്യാമോ? അത്ര മതി. അത് തന്നെയാണ് മാറ്റത്തിൻ്റെ ആദ്യപടി. ആഗ്രഹങ്ങൾ നിനക്കുണ്ടായത് തെറ്റല്ല, അത് അള്ളാഹു നിന്റെ ഉള്ളിൽ വെച്ചതാണ്, നിന്നെക്കൊണ്ട് കഴിയും എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് നീ തുടങ്ങണം. ബാക്കിയുള്ളത് അള്ളാഹു നോക്കിക്കോളും ഇൻഷാ അല്ലാഹ്.